ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിലെ ആ ഒരു ട്രൂ ഇന്റൻഷൻ ഇപ്പോൾ എന്താണ്. ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇവർ ഇതുവരെ ഭയങ്കരമായ ഒരു സൈലന്റ് ആയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളായിട്ടൊന്നും പ്രവർത്തിക്കാതെയൊക്കെ ഇരുന്നവരായിരിക്കാം. അപ്പൊ അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നതിൽ അർത്ഥമില്ലല്ലോ. എന്താണ് അവരുടെ മനസ്സിൽ അവർ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, യഥാർത്ഥമായ ഒരു ഇന്റൻഷൻ, ട്രൂ ഇന്റൻഷൻ എന്താണ് എന്നുള്ളതാണ് എടുക്കുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ട് നിങ്ങൾ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നന്നായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ആ ഒരു എനർജിയിൽ ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോയുമായിട്ട് കണക്ട് ആവുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. King of Swords, Ten of Cups, Star Energy, Queen of Wands, Three of Swords, Two of Cups, Five of Wands, King of Cups, the Hanged Man, Page of Cups, Three of Pentacles, King of Wands, Ace of Swords, Four of Wands, Seven of Cups, Knight of Cups, Strength, King of Pentacles, ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോർഡ്സ്. ഇതാണ് നമുക്ക് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സന്റെ എനർജിയും എന്താണ് എന്നുള്ളത് നോക്കാം. നിങ്ങളുടെ ഒരു എനർജി ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രയത്നിച്ച വ്യക്തികളാണ്. ഇവരുടെ പുറകെയൊക്കെ നിങ്ങൾ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ചു പിടിക്കാനായിട്ട് നടന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനായിട്ട്, ഒന്ന് തുറന്ന് സംസാരിക്കുക. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവരോട് തുറന്ന് സംസാരിക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഈ ഒരു ബന്ധങ്ങൾ ഈ ഒരു രീതിയിലേക്ക് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, സെപ്പറേഷൻ സ്റ്റേജിലേക്കൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് നിങ്ങളുടേതായ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഏറ്റു പറയാനും ഒരു കോംപ്രമൈസ് റിലേഷൻഷിപ്പിൽ നടത്താനും ഒത്തിരി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് മനസ്സ് തന്നിട്ടില്ല. ഇവിടുത്തെ ഒരു എനർജി പറയുകയാണെങ്കിൽ ഇവർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോയവരാണ്. സമ്പത്തിനോടൊക്കെ ഭയങ്കരമായ ഒരു ആഗ്രഹമൊക്കെ തോന്നി അതിന്റെ പുറകെ പോയവരാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഒരുപാട് പുറകെ നടന്നിട്ടും ഒരുപാട് അവഗണന കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. മനസ്സിന് ഭയങ്കരമായിട്ടുള്ള മുറിവുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറ്റിട്ടുണ്ട്. അങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ സൈലന്റ് ആയിട്ട് മാറിയിരിക്കുന്ന ഒരു എനർജിയിലേക്ക് എത്തിയിരിക്കുകയാണ്. റിസ്ക് എടുത്ത് ഇനിയും മുന്നോട്ടേക്ക് പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് ടയേർഡ് ആണ്. മനസ്സുകൊണ്ട് ടയേർഡ് ആയിട്ടിരിക്കുന്നു. ഫിസിക്കലി നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉപബോധ മനസ്സ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. കാരണം ഇനിയും പോയാലും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ അവിടെ അവഗണന മാത്രമായിരിക്കാം ഏറ്റിടേണ്ടി വരിക. അപ്പൊ ആ ഒരു രീതിയിലേക്കൊക്കെ സൈലന്റ് ആയിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വ്യക്തിയുടെ എനർജി ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഇവരിപ്പോ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ലേൺ ചെയ്യുന്നുണ്ട്. ത്രീ ഓഫ് പെന്റക്കിൾസ് ഇവിടെ വന്നിട്ടുണ്ട്, ത്രീ ഓഫ് സോഴ്സും വന്നിട്ടുണ്ട്. ഇതുവരെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് സൈലന്റ് ആയിട്ട് ഇപ്പോഴൊന്നും ഒരു ആക്ഷനും എടുക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിക്കൊക്കെ നിന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു റീഡിംഗ് ഒക്കെ എടുക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ
അവർക്ക് നിങ്ങളെ എന്തായാലും ഒരുപാട് മിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മിസ് ചെയ്യാൻ കാരണമുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഹാങ്ഡ് മാൻ ആണ്, കാഴ്ചപ്പാടുകൾക്ക് വന്നിരിക്കുന്ന വ്യത്യാസം തന്നെയാണ്. അങ്ങനെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യസ്തത കൈവരാനുള്ള കാരണം എന്ന് പറയുന്നത് 3 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഇവരുടെ ചുറ്റിനും നിൽക്കുന്ന വ്യക്തികൾ, അത് ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ, ഫാമിലി ആയിക്കൊള്ളട്ടെ, എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ ജീവിതം ഇവർ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല ഇവർക്ക് ഒരുപാട് പേര് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതുവരെ അതിനകത്തൊന്നും ചെവി കൊടുക്കാതിരുന്ന ഒരു person ആയിരുന്നു എന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഉപദേശമോ കാര്യങ്ങളോ ഒന്നും യാതൊരു രീതിക്കും താല്പര്യം ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പൊ അവര് പക്ഷേ അതൊക്കെ സ്വീകരിക്കുന്നുണ്ട്. സ്വീകരിക്കുക എന്ന് പറയുമ്പോഴേക്കും പോയി ഇരുന്ന് കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, ഇവര് കേൾക്കുന്ന കാര്യങ്ങളെ ഇവർ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ആഴത്തിൽ ചിന്തിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഒരു ബന്ധം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന situation ആയതുകൊണ്ടാണ് അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നത്. ഈ ഒരു relationship എന്നൊക്കെ പറയുന്നത് ചില കാര്യങ്ങളിൽ ചില സമയത്ത് sacrifice ചെയ്യേണ്ടി വരും. കുറച്ച് ത്യാഗമൊക്കെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാകേണ്ടി വരും. എങ്കിൽ മാത്രമാണ് വിജയകരമായിട്ട് relationship പോവുകയുള്ളൂ. അല്ലാതെ താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറയുന്നിരിക്കുവാണെന്നുണ്ടെങ്കിൽ relationship എന്ന് പറയുന്നത് എങ്ങും തന്നെ എത്തില്ല. ഒരു കരയ്ക്കും എത്താനായിട്ട് പോകുന്നില്ല. അവിടെ തന്നെ നിന്ന് അങ്ങനെ ആടിക്കളിക്കുന്ന situation മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നത് ഈ ഒരു സമയത്താണ്. ആ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ person നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷേ അവർ നിങ്ങളെ കേൾക്കാൻ ഒരു സമയം തന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ solve ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പൊ ആ ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പൊ ഭയങ്കരമായിട്ട് ആ ഒരു pain അലട്ടിക്കൊണ്ടിരിക്കുന്നത്. pain എന്ന് പറയുമ്പോൾ ഇതൊരു breakup card ആണ്. അവരുടെ മനസ്സിന് ഏറ്റിരിക്കുന്ന ആഘാതം. അതുപോലെ അവര് കാരണമാണ് നിങ്ങൾ ഈ relationship ൽ ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വന്നിരിക്കുന്നത് എന്നൊരു തിരിച്ചറിവ്. ഈ ഒരു black and white energy എന്ന് പറയുന്നത് nostalgia card ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയകാല ഓർമ്മകളിലേക്ക് പോയിരിക്കുന്നു. nostalgia എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്തെക്കുറിച്ചൊക്കെ ഇവർ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ വിട്ടുപോയത്? ആ ഒരു കാര്യം അവർ ചെയ്തതുകൊണ്ട് അവരുടെ life ൽ അവർക്ക് എന്താണ് മെച്ചം ഉണ്ടായത്? അവർ ചിലപ്പോൾ financially ഒക്കെ growth ലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും ആനന്ദിക്കാൻ സാധിക്കുന്നില്ല. എല്ലാം ഉണ്ടെങ്കിലും ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ഒരു പൂർണ്ണത എത്തുന്നില്ല life ൽ. ആ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഒരുപാട് മറ്റുള്ളവരോടൊക്കെ അടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ മറ്റുള്ളവരോട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചുറ്റിനും നിൽക്കുന്ന എല്ലാവർക്കും നല്ല life, കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഒരാവശ്യം ഇവർക്ക് വരുന്ന സമയത്ത് ആരും ഇവരുടെ കൂടെ ഇല്ല. അപ്രതീക്ഷിതമായിട്ട് വന്നിരിക്കുന്ന തിരിച്ചടികളാണ്. തിരിച്ചടികൾ എന്ന് പറയുമ്പോഴേക്കും ഇവരെ emotionally support ചെയ്യാനായിട്ട് അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് അവരുടെ life ലേക്ക് ആരും കടന്നു വരുന്നില്ല. എല്ലാവരും അവരുടേതായ രീതിയിലേക്കാണ് പോയിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവർക്കും അവരുടേതായ life നാണ് പ്രാധാന്യം ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ മനസ്സിലാക്കുന്നത് കൊണ്ട് ഈ ഒരു relationship ൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഇനി എന്തെങ്കിലും പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് എന്നൊരു തിരിച്ചറിവ് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ person ന്റെ energy ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ എന്താണ് അവർ ഈ relationship ന് വേണ്ടിയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? അവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ഓരോ spread ആയിട്ട് തന്നെ പറയാം. ഇവിടെ King of Swords വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഈ ഒരു person ന്റെ energy പറയുകയാണെങ്കിൽ ഇവർ വളരെയധികം ഒരു ഹൃദയത്തിനേക്കാൾ കൂടുതലായിട്ട് തലകൊണ്ട് ചിന്തിക്കുന്ന വ്യക്തികളായിരുന്നു. ഇപ്പൊ ഇവരുടെ ഹൃദയം heart chakra ഒക്കെ open ആയിട്ടുണ്ടെങ്കിൽ പോലും relationship ന്റെ കാര്യത്തിൽ ഇപ്പോഴും അവർ ആ ഒരു തലകൊണ്ട് ചിന്തിക്കുന്നുണ്ട്. തലകൊണ്ട് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ട് പുറത്തു നിന്നുള്ള വ്യക്തികൾ ഇപ്പൊ ഒരു family life ഒക്കെ വിട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു family energy വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും കൈവിട്ട് family ലേക്കൊക്കെ പ്രശ്നം involved ആയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ മാത്രം ക്ഷമിച്ച് ഒന്നിച്ചു ചേരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ family യും കൂടെ ഇടപെട്ടിരിക്കുന്നത് കൊണ്ട് കുറച്ച് task ആണ് ആ ഒരു കാര്യം. അപ്പൊ അതിനെയൊക്കെ ബുദ്ധിപൂർവ്വം വേണം നേരിടാനായിട്ട്. ഇതുവരെ അവർ ആ ഒരു കാര്യത്തിലൊന്നും നിലപാട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു സമയത്ത് ആ ഒരു കാര്യങ്ങളെയൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ട് ഇതിനകത്ത് എന്തെങ്കിലും പ്രവർത്തിക്കാനും നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ relationship നെ എല്ലാ രീതിക്കും തിരിച്ചു കൊണ്ടുവരാനും ഇവർ ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു intention ആണ് ഇവരിൽ ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. ഇവിടെ ten of cups എന്ന് പറയുമ്പോഴേക്കും ഇതൊരു long term ആയിട്ടുള്ള relationship ആയിട്ട് അല്ലെങ്കിൽ ഒരു strong bonding ലൂടെ ഒരു commitment നടത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഇപ്പൊ നിങ്ങളിപ്പോ husband and wife ആയിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ lovers ആയിട്ട് നിന്നിട്ട് ഒരു commitment ഒക്കെ ആഗ്രഹിച്ച് relationship മുന്നോട്ടേക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ പാതി വഴിയിൽ വെച്ച് നിന്ന് പോയിട്ടുണ്ടായിരിക്കാം. ആ ഒരു സ്വപ്നങ്ങൾക്കെല്ലാം നിറം പകർന്നുകൊണ്ടിട്ട് മുന്നോട്ടേക്ക് ഇത് നയിക്കാനായിട്ടും വളരെയധികം പ്രതീക്ഷയോടുകൂടി ഈ relationship നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ടും ഇവർ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഒരു communication card ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു person നിങ്ങളുമായിട്ടൊന്ന് തുറന്ന് സംസാരിക്കണം എന്നാണ് ആദ്യമേ തന്നെ ചിന്തിക്കുന്നത്. ആദ്യം നിങ്ങൾക്കിടയിൽ ഒരു conversation കൊണ്ടുവരിക, ഒരു clarity കൊണ്ടുവരിക,
ഒരുപാട് വാക്ക് തർക്കങ്ങളും അതുപോലെ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകളും ഒക്കെ നിങ്ങളുടെ ബന്ധത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യണം. അതുപോലെ ഇമോഷൻസ് എന്ന് പറയുമ്പോഴേക്കും ഈഗോ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജിയിലും കുറേശ്ശെ കാണിക്കുന്നുണ്ട്. ഇവർക്കും കൂടുതലായിട്ട് ഈഗോ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു ഈഗോ കാര്യങ്ങളൊക്കെ ഇറക്കി ആദ്യം കൊണ്ടുവന്നിട്ട് ഇതിനൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക. നിങ്ങളുടെ രണ്ടുപേരുടെയും ഉള്ളിലുള്ള ഇമോഷൻസ്, അതിപ്പോ ദേഷ്യം ആയിക്കൊള്ളട്ടെ, സങ്കടം ആയിക്കൊള്ളട്ടെ, ഈഗോ ആയിക്കൊള്ളട്ടെ, എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ, അത് പരസ്പരം തുറന്ന് സംസാരിക്കുമ്പോഴാണ് മൈൻഡ് ഫ്രീ ആവുകയുള്ളൂ. അങ്ങനെ മൈൻഡ് ഫ്രീ ആയിട്ട് ഒന്ന് ഉറക്കെ പൊട്ടി കരയുകയാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഹൃദയം തുറന്നു തന്നെ പറയണം. ഇമോഷൻസ് ഉള്ളിൽ വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് ഇവരിപ്പോ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ അതിന് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ നടന്നിട്ടില്ല എന്ന് ഇപ്പൊ ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് അതിനൊരു അവസരം നൽകണം. നിങ്ങൾ എന്താണോ ഇവരോട് പറയാൻ ആഗ്രഹിച്ചിരുന്നത് ആ ഒരു കാര്യങ്ങളെല്ലാം കേൾക്കാൻ നിങ്ങൾക്കൊരു അവസരം നൽകുക. അതോടൊപ്പം നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുക, ഇവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക. അടിച്ചു പിരിയുക എന്നുള്ളതല്ല, തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിലാണ് ഇവർ ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ക്ലിയർ ക്ലാരിറ്റി കിട്ടി കഴിയുമ്പോൾ പിന്നീടുള്ള നിങ്ങളുടെ ബന്ധത്തിനെ മുന്നോട്ടേക്ക് നയിക്കാനായിട്ട് എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ അതിജീവിക്കാനായിട്ട് നിങ്ങൾക്കും ഇവർക്കും ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ സാധിക്കും. Okay, അപ്പൊ നിങ്ങൾ തമ്മിൽ ആ ഒരു bonding ആദ്യം വന്നതിന് ശേഷം തടസ്സങ്ങളെയെല്ലാം നേരിട്ട് മുന്നോട്ടേക്ക് പോവണം. അല്ലെങ്കിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു രീതി, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം, അതാണ് അവരുടെ ആ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഹോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ Two of Cups വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഈ ഒരു ബന്ധം നിങ്ങളുമായിട്ട് തന്നെ മുന്നോട്ടേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇവർ എന്തൊക്കെ സിറ്റുവേഷൻസിന്റെ ഭാഗമായിട്ട് നിങ്ങളിൽ നിന്ന് വിട്ടുപോയവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് അവരുടെ ഒരു ഇന്റൻഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ ആ ഒരു ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നിങ്ങളാണ് അവരുടെ കൂടെ വേണ്ടത്. ആ ഒരു പാർട്ട്ണർഷിപ്പ് എനർജിയാണ്. സ്നേഹത്തിന് ഭയങ്കരമായ ഒരു ദൃഢത നൽകിക്കൊണ്ട് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ടുവന്ന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സ്ട്രെങ്ത് വീണ്ടെടുത്ത് റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് നയിക്കണം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ പേജ് ഓഫ് കപ്സ് വന്നിരിക്കുന്നതുകൊണ്ട് ഇവരുടെ എനർജി, നിങ്ങളിപ്പോൾ കുറച്ച് വീക്ക് ആയിട്ടായിരിക്കാം നിൽക്കുന്നത്, ഒരു ഡൗൺ സ്റ്റേജിലായിരിക്കാം നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ ആ ഒരു സൈലന്റ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ പ്രേ ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ, തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന നമുക്കിവിടെ നിറഞ്ഞു കാണുന്നുണ്ട്. അതാണ് ആ ഒരു ഹോപ്പിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവരുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റങ്ങൾ വരാനുള്ള കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സുരുകിയുള്ള പ്രാർത്ഥന തന്നെയാണ്, ഈ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു എനർജിയിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ആത്മാർത്ഥമായിട്ടൊരു സ്നേഹം തോന്നുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇവരുടെ ഹേർട്ട് ചക്ര ഓപ്പൺ ആയിരിക്കുന്നത്. കാരണം ഇവര് ഹേർട്ട് ചക്ര എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ഇവർക്ക് കുറച്ച് കുറവാണ്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോട് ഫോക്കസ് ചെയ്തിരിക്കുന്ന പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ചിന്തകൾ മുഴുവനും തലകൊണ്ടാണ്. ബുദ്ധിപൂർവ്വം മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. എന്നാൽ ഇപ്പോ ആ ഒരു ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമാണ് ഇവർക്ക് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ഓർമ്മ വരുന്നു. ഓർമ്മ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ, തിരിച്ചറിവ്, അതൊക്കെ തന്നെയാണ് ഓർമ്മകൾ വരുത്തിയിരിക്കാനുള്ള റീസൺ. ഒരു സമയത്ത് ഇവർ അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതൊന്നും വലിയ കാര്യമായിട്ട് വകവെക്കാത്തൊരു ടൈപ്പ് ആയിരുന്നു. എന്നാൽ ഇപ്പോ ഇവര് എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. സ്വയം അനുഭവങ്ങൾ ഓരോ കാര്യങ്ങളിൽ വന്നപ്പോ, അല്ലെങ്കിൽ ഒറ്റപ്പെടലാണെന്നുണ്ടെങ്കിലും ഒരു സമയത്ത് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു, അവർ വീണ്ടും കൂടെ എപ്പോഴും ഉണ്ടാവും എന്നുള്ള ഇവരുടെ തെറ്റിദ്ധാരണകളൊക്കെ, എന്നുവെച്ചാൽ തെറ്റിദ്ധാരണ എന്ന് പറയാൻ കാരണം അവർ അന്ന് ധരിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പൊ തെറ്റായിരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ക്ലാരിറ്റി വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ആ ഒരു പഴയ ഓർമ്മകള്, നിങ്ങൾക്ക് സ്നേഹം നൽകണം എന്നൊരു ചിന്തകള്, ഇതൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു വ്യക്തി നിങ്ങളെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വൈകാരികപരമായിട്ട് അവരുടെ എനർജിയിലേക്ക് അവർ നിങ്ങളെ അട്രാക്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കടന്നു വരണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരെ വിട്ട് പൂർണ്ണമായിട്ടും പോകരുത്. ഇപ്പൊ നിങ്ങൾ മാറി നിൽക്കുന്ന അവസ്ഥയാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഇനി എന്തെങ്കിലും രീതിയിൽ ഇവരോട് സ്നേഹക്കുറവോ അല്ലെങ്കിൽ ഒരു ദേഷ്യമോ ഒക്കെ ആയി മാറിയിട്ടുണ്ടായിരുന്നു എന്ന് ഇവർ ചിന്തിക്കാൻ കാരണം ഇവർ പലപ്പോഴും നിങ്ങളെ അവഗണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ അവർ നിങ്ങളുടെ മനസ്സിനെയും കൂടെ ഒന്ന് ക്ലിയർ ആക്കണം എന്നാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ എനർജിയിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യിക്കുന്നതും അവരോടുള്ള ദേഷ്യം കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും വിട്ടിട്ട് നിങ്ങളുടെ മനസ്സൊന്ന് ക്ലിയർ ആകണമെന്ന് ആഗ്രഹിക്കുന്നതും. അപ്പൊ ഹൃദയം ഓൺ ആണെങ്കിൽ പോലും തലകൊണ്ട് ഇവിടെ ചിന്തിക്കുന്ന ഒരു പ്രവൃത്തി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നെഗറ്റിവിറ്റി കാര്യങ്ങൾ എല്ലാം പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്തിട്ട് റിലേഷൻഷിപ്പിൽ ഒരു സെലിബ്രേഷൻ കൊണ്ടുവരിക.
ഇപ്പൊ നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് ഒക്കെ ആഗ്രഹിച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ, ഒരു മാരേജ് ലൈഫിലേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സമയത്ത് വൈകാരികപരമായിട്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരണമെന്ന് ഇവർ ചിന്തിക്കുകയാണ്. ഇതുവരെ അവരുടെ മുന്നിലേക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർ അങ്ങനെയാണ് നിങ്ങളെയും കണ്ടിരുന്നത്. അവരുടെ ഒരു ജോലി, കരിയർ, അവരുടെ കുടുംബം, അവരുടെ ഫ്രണ്ട്സ്, അതോടൊപ്പം നിങ്ങൾ, ഒരുപാട് ഓപ്ഷൻസ്. അപ്പൊ അതിനകത്ത് എന്ത് സെലക്ട് ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷനിലൊക്കെ നിന്നിട്ട് തെറ്റായ വഴി എന്ന് പറയുമ്പോൾ അവർക്ക് നല്ല വഴി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വേദനിപ്പിക്കുന്ന വഴി, അതൊക്കെ തിരഞ്ഞെടുത്ത് പോയവരാണ്. പക്ഷെ പോയ സ്ഥലത്ത് നിന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു സ്നേഹിനെ അവർക്ക് തിരിച്ച് കൊത്തലാണ് ഏറ്റിരിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. തിരിച്ചടി എന്ന് പറയുമ്പോൾ വേദനകൾ, അല്ലെങ്കിൽ ഒരു സന്തോഷം ലഭിക്കാത്തൊരവസ്ഥ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു റൂട്ടിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. എന്താണ് അവരുടെ ലൈഫിൽ അവർക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അവർ ഈ ഒരു ബന്ധത്തിന് വേണ്ടി ചെയ്യേണ്ടത്, അത് അവർ തന്നെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ വീണ്ടെടുക്കൽ തന്നെയാണ്. മാത്രമല്ല നിങ്ങളെ പ്രപ്പോസ് ചെയ്യുക. എങ്ങനെയാണോ ഒരു സമയത്ത് നിങ്ങളെ ഇവർ പ്രപ്പോസ് ചെയ്തിരുന്നത് അതേ തീവ്രതയോടുകൂടി അല്ലെങ്കിൽ അതേ മനസ്സോടുകൂടി ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റുമായിട്ട് നിങ്ങളിലേക്ക് വരാനും നിങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള ആ ഒരു സ്നേഹം നൽകിയിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു സ്ട്രെങ്ത് വീണ്ടെടുത്ത് ആ ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ എത്രത്തോളം ഓടി ഇവരുടെ പുറകിലോട്ട് വന്നിട്ട് ഇപ്പൊ മാറി നിൽക്കുന്നവരാണോ അത്രത്തോളം ഇവർ നിങ്ങളിലേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതൊരു ചേസിങ് എനർജിയാണ്. നിങ്ങളെ വിട്ടു പോയവര് ഇപ്പൊ നിങ്ങളിലേക്ക് വരുന്നു. ഒടുവിൽ ആ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. ഇത്രയും നാള് നിങ്ങൾ ഇതിനു വേണ്ടി കാത്തിരുന്നു, ഒരുപാട് പ്രയത്നിച്ചു, ഗുണമൊന്നും ഇല്ലാതെ ഇപ്പൊ നിങ്ങൾ കംപ്ലീറ്റ്ലി മാറി. കാരണം നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. എല്ലാ രീതിക്കും മനസ്സൊക്കെ തകർന്നു പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടേത്. ഇവിടെ വളരെ ഒരു നെഞ്ച് തകർന്നു നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾ. ഭയങ്കരമായിട്ടൊരു പെയിൻഫുൾ സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് മനസ്സുകൊണ്ട് ഒന്നുകൂടെ വിളിക്കണോ അവരെ, വിളിച്ച് അവരെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. വീണ്ടും അവഗണന ഏറ്റുവാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഒരു റെസ്പോൺസ് ആണ് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ഇല്ലാതെ ആയി പോകും. അങ്ങനെയൊക്കെ ഒരു മെന്റാലിറ്റി ആണ് നിങ്ങളുടേത്. അത്രയും നിങ്ങൾ തകർന്നു നിൽക്കുന്നവരാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വേദന ഈ ഒരു പേഴ്സൺ ഇപ്പൊ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരത് തിരിച്ചറിയുന്നുണ്ട്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. നിങ്ങൾ പറയാത്ത രീതിയിലാണ് ഇവർ അറിയുന്നത്. നിങ്ങൾ പറഞ്ഞിട്ടല്ല ഇവർ അറിയുന്നത്. ഇവർ അറിയുന്ന രീതി എന്ന് പറയുന്നത് ഇവർക്ക് വന്നിരിക്കുന്ന തിരിച്ചറിവുകളിലൂടെയാണ്. അപ്പൊ നിങ്ങളുടെ എനർജി നിങ്ങൾ നിരന്തരമായിട്ട് ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും അവരെ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എനർജി തീർച്ചയായിട്ടും ഇവരിലേക്ക് എഫക്റ്റ് ആകും. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു പെയിൻ ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇവരിപ്പോ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ വീണ്ടും ഇവരിലേക്ക് അട്രാക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ട് വിട്ടു പോകാനും സാധിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ വിട്ടു പോകേണ്ട ഒരു വ്യക്തികളല്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഇപ്പോഴത്തെ ഒരു ഇന്റൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തിരിച്ചുവരവ് തന്നെയാണ്, അല്ലെങ്കിൽ നേടിയെടുക്കൽ തന്നെയാണ്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്താണ് ഇവര് സ്വന്തമായിട്ട് ചെയ്തു പോയിരിക്കുന്ന ആ ഒരു തെറ്റുകള് അല്ലെങ്കിൽ ആ ഒരു കുറ്റങ്ങള് എല്ലാം തിരിച്ചറിയുന്നത്. ആ ഒരു തിരിച്ചറിവ് ഇവരിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. മാറ്റങ്ങൾ എന്ന് പറയുമ്പോഴേക്കും കുറ്റബോധം കൊണ്ട് നീറുന്ന ഒരു അവസ്ഥ. സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞതാണല്ലോ ഇത്രയും നാളുകൾ അല്ലെങ്കിൽ ഇത്രയും സമയങ്ങൾ. എത്രത്തോളം മനോഹരമായിട്ട് പോകേണ്ടിരുന്ന ഒരു സമയമായിരുന്നു ഇതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം. സ്വന്തം പ്രവൃത്തി കൊണ്ടിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് എടുക്കാതിരുന്നത് കൊണ്ടിട്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്വന്തം ആ ഒരു ഈഗോ വെച്ചിട്ട് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ചെയ്യുന്നത് കൊണ്ടിട്ട് അല്ലെങ്കിൽ ചെയ്തത് കൊണ്ടിട്ട് പ്രത്യേകിച്ച് ഗുണമോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല. കുറെ പണം അവർക്ക് ലഭിച്ചു, സാമ്പത്തിക ഉയർച്ച ഉണ്ടായി എന്നുള്ളതല്ലാതെ സന്തോഷം അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഇവർക്ക് അതിനൊക്കെ സാധിക്കുമായിരുന്നു. അപ്പൊ ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ചെയ്തിരുന്ന അല്ലെങ്കിൽ ചെയ്തു പോയ കാര്യങ്ങളാണല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഇവർക്ക് ആ ഒരു കുറ്റബോധം ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ തിരിച്ചറിവ് തീർച്ചയായിട്ടും വന്നിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. തിരിച്ചുവരവിലൂടെ നിങ്ങൾക്ക് ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് നൽകിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സെലിബ്രേഷൻ കൊണ്ടുവരിക. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു മാരേജ് ലൈഫിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു വ്യക്തിയുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോ ആ ഒരു തിരിച്ചുവരവിലേക്ക് ഒരുങ്ങുകയാണ്. അപ്പൊ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ
നിങ്ങൾ വളരെയധികം ഒരു ഫ്രണ്ട്സ് ആയിട്ടൊക്കെ മുന്നോട്ടേക്ക് പോയവരായിരിക്കാം. പക്ഷെ പകുതി വെച്ച് നിങ്ങൾ ഒരു ലവ് റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ഈ ഒരു പേഴ്സണ് താല്പര്യക്കുറവോ കാര്യങ്ങളോ ഒക്കെ കാണിച്ച് അങ്ങനെ മാറുന്നവരും ഒക്കെ ഉണ്ടായിരിക്കാം. ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവരുടെ മനസ്സ് മാറുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരണം എന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ് അവർ ഈ ഒരു തിരിച്ചുവരവിനായിട്ട് ഒരുങ്ങുന്നത്. അപ്പൊ അവോയ്ഡ്നെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് റിലേഷൻഷിപ്പുമായിട്ട് പോയവർ മാത്രമല്ല, നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് കൂടെ ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ചെയ്യുന്നതാണ്. ഇവരുടെ ഭാഗത്ത് നിന്ന് ഇവർ ചെയ്യേണ്ട പ്രവർത്തികള് കാര്യങ്ങള് അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇതിൽ പ്രവർത്തിക്കണം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എല്ലാവരും അതിശയിക്കുന്ന രീതിയിൽ ഒരു ഫ്ലവറിങ്ങിലേക്ക് തന്നെ മാറ്റുക തന്നെ വേണം. ഇപ്പൊ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സ്ട്രഗിളിംഗ് എന്ന് പറയുമ്പോഴേക്കും മനസ്സുകൊണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. കുറ്റബോധം തന്നെയാണ് ആ ഒരു സ്ട്രഗിളിങ്സിന്റെ പ്രധാന റീസൺ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു ചേസിങ് അല്ലെങ്കിൽ ആ ഒരു സ്പൈ വർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് എത്രത്തോളമാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. മനസ്സ് എത്രത്തോളം എന്ന് പറയുമ്പോൾ ഇവര് വേദനിപ്പിച്ചിരിക്കുന്നത് ഇവർക്ക് തന്നെ അറിയാലോ. അപ്പൊ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു ദേഷ്യമാണോ ഇവരോട് ഉള്ളത്, അല്ലെങ്കിൽ സ്നേഹം ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 7 of Swords എന്ന് പറയുമ്പോഴേക്കും ഒരു ചീറ്റിംഗ് എനർജിയാണ്. ഈ ഒരു വ്യക്തി ഒരു തരത്തിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയവർ തന്നെയാണ്. അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചീറ്റ് ചെയ്ത് പോയവര്. ചിലവര് സൈലന്റ് ആയിട്ട് പോയിട്ടുണ്ടായിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വേണ്ട, താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തൊക്കെ പോയവരായിരിക്കാം. നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാതെ പോയിരിക്കുന്ന ഒരു അവസ്ഥ. നിങ്ങൾ ഒരുപാട് പുറകെ നടന്നു എന്താണ് ക്ലാരിറ്റി എന്ന് അറിയാനായിട്ട്. അപ്പോഴൊന്നും അവർ പിടി തന്നിട്ടില്ല. എന്നാൽ ഇപ്പൊ ജീവിതം ഒരുപാട് പാഠങ്ങൾ അവരെ പഠിപ്പിച്ചിരിക്കുന്നത് കൊണ്ടിട്ട് തന്നെ ആ ഒരു സ്വാർത്ഥതയോട് കൂടി ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സമ്പത്തിനോടുള്ള ആഗ്രഹം, അവർക്ക് സമ്പത്തിനോട് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ ബന്ധങ്ങൾക്ക് വാല്യൂ നൽകണം എന്നൊരു ചിന്ത. ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. സ്പിരിച്വലി ഒക്കെ കണക്റ്റഡ് ആയിട്ടുണ്ട്. സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ചും നീതിപൂർവ്വവും റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കണം അല്ലെങ്കിൽ നിങ്ങളോട് പ്രവർത്തിക്കണം എന്നൊരു ചിന്തയും ഒക്കെ ഇവർക്ക് വന്നിട്ടുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇന്നത്തെ റീഡിംഗ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു പേഴ്സന്റെ ഒരു ഇന്റൻഷൻ മെയിൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിനെ വീണ്ടെടുക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രതീക്ഷകളോട് കൂടി തന്നെ ബന്ധത്തെ നോക്കി കാണുന്നവരാണ്. ഇതുവരെ സൈലന്റ് ആയിട്ട് ഇരുന്നെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴും സൈലന്റ് ആയിട്ട് തന്നെയാണ് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് മാറ്റി ചിന്തിക്കാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു മാറ്റി ചിന്തിക്കൽ എന്ന് പറയുമ്പോഴേക്കും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും റിലേഷൻഷിപ്പ് വീണ്ടെടുക്കാനും നഷ്ടപ്പെട്ടു പോയ സ്ട്രെങ്ത് വീണ്ടെടുക്കാനും മുന്നോട്ടേക്ക് ഇതിനെ നയിക്കാനുമാണ്. അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയിൽ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ എനർജി ആണെങ്കിലും നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കിയപ്പോൾ പറഞ്ഞായിരുന്നു ഏത് രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. അതെല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്രത്തോളം കണക്ട് ആക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് അറിയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കിയേക്കാം. നിങ്ങൾക്ക് ആ ഒരു ക്ലൂസും കൂടെ വെച്ച് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ് കുറച്ച് എളുപ്പത്തിനായിട്ട്. വയനാട്, ഇടുക്കി ഡിസ്ട്രിക്റ്റ്, 37, 44, 34, 25, 1990, കണ്ണൂർ എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. ടോറസ് സോഡിയാക് സൈൻ ആണ്. എം എന്നൊരു ലെറ്റർ, 44, മലപ്പുറം ഡിസ്ട്രിക്റ്റ്, 1986, എച്ച് എന്നൊരു ലെറ്റർ, എസ് എന്നൊരു ലെറ്റർ, വി, ഡി എന്നൊരു ലെറ്റർ, ഡി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 38, കൊല്ലം ഡിസ്ട്രിക്റ്റ്, ജി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് വരുന്നതൊക്കെ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. കാലിക്കട്ട്, വിർഗോ, സി, വി എന്നൊരു ലെറ്റർ, ജൂലൈ എന്നൊരു മന്ത് ആണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് ആയിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂ ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.